നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. റിയ, അബദ്ധത്തിൽ എന്റെ ദേഹത്ത് വീണതിനാണോ നീ അവളെ തല്ലിയത്? സാറിന്റെ ദേഹത്ത് വീണതിനല്ല ഞാൻ ഇവളെ തല്ലിയത്. ഇവള് സാറിന്റെ നെഞ്ച് തുമ്മ വെച്ചു. സാർ അതറിഞ്ഞില്ല. സാർ ചിലപ്പോ ശ്രദ്ധിച്ചു കാണില്ല. പക്ഷെ ഞാൻ കണ്ടു. മറ്റൊരു പെണ്ണ് സാറിനെ ഉമ്മ വെക്കുന്ന കണ്ടാ എനിക്കത് കണ്ടു നിൽക്കാൻ പറ്റോ? സഹിക്കാൻ പറ്റോ? പറ്റില്ല. സാറിന് ഇവള് ഉമ്മ വയ്ക്കുന്ന കണ്ടപ്പോ എനിക്ക് എന്റെ നിയന്ത്രണം വിട്ടുപോയി. അങ്ങനെയാ ഞാൻ ഇവളെ തല്ലിയത്. അയ്യോ, ഇവള് വെറുതെ കള്ളം പറയാ. എടി, നട്ടാ കുരുക്കാത്ത കള്ളം പറയരുത് കേട്ടോ. ഞാൻ പോയി ഉമ്മ വെച്ചു പോലും. നീ ചുമ്മാ കള്ളം പറയരുത്. നീ ഉമ്മ വെച്ചതേ ഞാൻ കണ്ടതാ. എന്റെ കണ്ണിന് ഒരു കുഴപ്പമില്ല. പാർവതി, വെറുതെ റിയെ കുറ്റപ്പെടുത്തരുത്. മഞ്ഞ കണ്ണട വെച്ചാലേ എല്ലാം മഞ്ഞയായ തോന്നും. ഇത് മഞ്ഞയും പച്ചയൊന്നും അല്ല. ഇങ്ങോട്ട് മാറി നിൽക്ക. ഇത് കണ്ടോ? ഇത് ഇവളുടെ ലിപ്സ്റ്റിക്കിന്റെ അടയാളമല്ലേ? ഇത് കണ്ട വ്യക്തമായിട്ട് അറിയാം ഇവൾ ഉമ്മ വെച്ചതാന്ന്. ഉമ്മ വെച്ചതല്ലെങ്കിൽ പിന്നെ ഇത് എങ്ങനെ ഇവിടെ ഉണ്ടായി? റിയ അബദ്ധത്തിൽ ബ്രോയുടെ ദേഹത്തേക്ക് വീണെന്നല്ലേ ബ്രോ പറഞ്ഞത്. അങ്ങനെ വീണപ്പോ ചുണ്ട് ഷട്ടിൽ പതിഞ്ഞതായിരിക്കും. ആ, അത് തന്നെ. അല്ലാതെ കാലും കൈയും തെറ്റി ലക്കും ലഗാനും ഇല്ലാതെ ബ്രോയുടെ ദേഹത്ത് വീഴുമ്പോഴല്ലേ ഉമ്മ വയ്ക്കാൻ പോകുന്നെ. പാർവതി, നീ കുറച്ചുകൂടി സെൻസോടെ ചിന്തിക്ക്. പബ്ലിക്കായിട്ട് റിയ ബ്രോയെ ഉമ്മ വയ്ക്കാൻ പോവല്ലേ? പറയുന്നതിന് എന്തെങ്കിലും ഒരു യുക്തി വേണ്ടേ? വെറുതെ ഒരാളുടെ പുറത്ത് പഴിചാരാൻ നിൽക്കുന്നു. നീയും ഇവളെ പോലൊരു പെണ്ണാണ്. അവൾക്കും അഭിമാനമുണ്ട്, മറന്നു പോരുത്. ചേട്ടാ, മതി, നിർത്ത്. ഈയിടെ നിന്റെ കൈക്കൽപ്പം നീളം കൂടുന്നുണ്ട്. അതൊതുക്കി വെച്ചാൽ നിനക്ക് കൊള്ളാം. ഇനി തല്ലണമെങ്കിൽ നീ എന്നെ തല്ല്. അതിനുള്ള ധൈര്യം നിനക്കുണ്ടോന്ന് എനിക്കറിയണല്ലോ. കാരണമില്ലാതെ ഞാൻ ആരെയും തല്ലിയിട്ടില്ല, തല്ലത്തുമില്ല. പക്ഷേ വൃത്തിയേട് കാണിച്ച അതിനിപ്പോ ആരായാലും അവരെ ഞാൻ ഇനിയും തല്ലും. എടി, വേണ്ട. ഇനി ഇതിന്റെ പേരിൽ ഇനി ഒരു സംസാരവും വേണ്ട. എല്ലാരും പിരിഞ്ഞു പോവാൻ. പാർവതി, ഇനി ഈ വിഷയം ഇവിടെ മിണ്ടരുത്. ഗായത്രിയുടെ ആത്മാവിനെ തന്നെ ബന്ധിക്കണം. അതെ അമ്മേ. അല്ല, ഗുരുജിയെ കണ്ട് ഈ കർമ്മങ്ങളൊക്കെ നടത്തണമെങ്കിൽ ധാരാളം കാശ് ചെലവാവില്ലേ? തീർച്ചയായും. ഗുരുവിനെ ഇവിടെ കൊണ്ടുവന്ന് കാര്യമായിട്ടുള്ള പ്രശ്നം വെപ്പിക്കണമെങ്കിൽ കുറഞ്ഞതൊരു 5 ലക്ഷം രൂപയെങ്കിലും ചെലവാവും. അത്രയും ക്യാഷ് അമ്മയുടെയിലുണ്ടോ? എന്റെ കയ്യിൽ എവിടുന്ന മോനെ? പക്ഷേ വിശാലിന്റെ അലമാരയിൽ കാണും. അല്ല, അതെങ്ങനെ ചോദിച്ചു വാങ്ങിക്കും? ചോദിച്ചു വാങ്ങാനൊന്നും പറ്റില്ല. അവൻ അറിയാതെ 5 ലക്ഷം രൂപ നമുക്ക് അവന്റെ ലോക്കറിൽ നിന്ന് അടിച്ചു മാറ്റണം. അല്ല, മോഷണോ? എടാ, നമ്മുടെ വീട്ടിലിരിക്കുന്ന പണം നമ്മൾ എടുക്കുന്ന എങ്ങനെ മോഷണമാവും? ശരി ശരി. ലോക്കറിന്റെ ചാവി പാർവതിയുടെ കയ്യിലായിരിക്കും. പക്ഷെ അത് അവൾ എവിടെയാ വെച്ചിരിക്കുന്നതെന്ന് എനിക്കറിയില്ല. ചിലപ്പോ അവളത് ഗാർഗി ഏൽപ്പിച്ചിട്ടുണ്ടാവും. പാർവതി ബുദ്ധിരാക്ഷസിയല്ലേ? താക്കോല് ഞാൻ കണ്ടുപിടിക്കാതിരിക്കാൻ അവൾ അങ്ങനെയൊക്കെ ചെയ്യും. ഡാ, നീ ഏതായാലും താക്കോല് ഗാർഗിയുടെ കയ്യിലുണ്ടോന്നൊന്ന് അന്വേഷിക്ക.
ഉണ്ടെങ്കിൽ ഗാർഗിയെ സോപ്പിട്ട് ആ താക്കോൽ എങ്ങനെയെങ്കിലും കൈവശപ്പെടുത്തണം. ശരിയമ്മേ, ഞാനൊന്ന് നോക്കട്ടെ. ഉം. എത്ര നേരമായി തുടയ്ക്കുന്നു, എന്നിട്ടൊന്നും മായുന്നില്ലല്ലോ. നാശം, അവക്ക് വന്ന് വീഴാൻ കണ്ടൊരു സമയം. അസത്ത്. സാർ എന്തിനാ ചിരിക്കുന്നേ? അതെ, ഞാൻ തന്റെ ഈ ദേഷ്യം കണ്ടിട്ട് ചിരിച്ചതാ. എങ്ങനെ ദേഷ്യം വരാതിരിക്കും? എടോ, താൻ എന്തിനാണോ ആ പാവം കുട്ടിയോട് രോഷം കാണിക്കുന്നത്? എങ്ങനെ എങ്ങനെ? പാവം കുട്ടിയോ? ആ, പിന്നല്ലാതെ, വെറും പാവം. അതിന് വല്ല പരുക്കം പറ്റിയിട്ടുണ്ടോ ആവോ? അയ്യോ, കഷ്ടം. അവളുടെ കാര്യത്തിൽ എന്താ ഒരു താല്പര്യം. ദേ, ഇനി അവളെ കുറിച്ച് ഇവിടെ മിണ്ടി പോരുത്. അല്ലടോ, താൻ ഇങ്ങനെ ഇറിറ്റേറ്റഡ് ആവും മാത്രം അവൾ എന്താ ചെയ്തേ? മനഃപൂർവ്വം ഒന്നും ചെയ്തിട്ടില്ലല്ലോ. അറിയാതെ സംഭവിച്ചു പോയതല്ലേ? അറിയാതെയോ? സാർ എന്തായി പറയുന്നേ? ഇത്രയും പൊക്കവും തടിയൊക്കെ ഉള്ള ഒരാൾ വരുമ്പോ അങ്ങനെ അവള് കാണില്ലേ? അത് കാണാതിരിക്കാൻ മാത്രം അവക്ക് കണ്ണുണ്ടായിരുന്നില്ലേ? അതെ, അവള് മനഃപൂർവ്വം തന്നെയാ സാറിന്റെ ദേഹത്ത് മുട്ടിയത്. ദേ, ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. നിങ്ങളുടെ അനിയന് കഴിവില്ലാത്തോണ്ടാ അവളെ കൂട്ടിക്കൊണ്ട് നടക്കുന്നത്. എടോ, താൻ ആകെ തെറ്റിദ്ധരിച്ചിരിക്കുക. അവള് താൻ കരുതുന്ന പോലെ അത്ര ഭീകര സ്വരൂപിണിയൊന്നും അല്ല. തുളസിയുടെ നൈർമല്യമുള്ള മനസ്സാ അവളുടേത്. അറിയോ, ഒരു ശുദ്ധ പാവം. എനിക്കെല്ലാം അറിയാടോ. അവൾ ആള് ശരിയല്ലെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. പിന്നെന്തിനാ അവള് പാവാണെന്ന് പറഞ്ഞത്? അത് വെറുതെ തന്നെ ദേഷ്യം പിടിപ്പിക്കാൻ പറഞ്ഞല്ലേ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.